ക്വാർട്ടർ ലിറ്റർ ബൈക്ക് ലോകത്തെ അതായതു 250 സെഗ്മെന്റിൽ യഥാർത്ഥ അണ്ടർഡോഗ് ആരാണെന്ന് അറിയാമോ? KTM ഡ്യൂക്ക് 250ക്ക് ശേഷം ആ ലെവൽ പെർഫോമൻസ് തരുന്ന എന്നാൽ ആരും അധികം ചർച്ച ചെയ്യാത്ത ഒരു വില്ലൻ ഇവിടെയുണ്ട്. സുസുക്കി ജിക്സർ 250. ലുക്കിൽ മാത്രമല്ല പെർഫോമൻസിലും മൈലേജിലും ഇത് വേറെ ലെവലാണ്. ഡോമിനാറിനെയും ഹോണ്ട CBR-നെയും വരെ വിറപ്പിക്കുന്ന ഈ വണ്ടിയുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഇതിന്റെ ഹൃദയമിടിപ്പിലേക്ക് വരാം. 249cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾഡ് SOHC എഞ്ചിനാണ് ഇതിൽ. പവർ 26.5 PS. ടോർക്ക് 22.2 Nm ടോർക്ക്. ഗിയർ ബോക്സ് 6 സ്പീഡ് സ്മൂത്ത് ഗിയർ ബോക്സ്. ഡ്യൂക്ക് 250 കഴിഞ്ഞാൽ പിന്നെ ഈ ബഡ്ജറ്റിൽ അടുത്ത ഹൈലെവൽ പെർഫോമൻസ് തരുന്ന വണ്ടി ജിക്സർ മാത്രമാണ്. ഇതിന്റെ പവർ ഡെലിവറി അത്രയ്ക്കും ലീനിയറും അഗ്രസീവുമാണ്. ഇനി ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് മുട്ടി നോക്കിയാൽ ബജാജ് ഡോമിനാർ 250, ഹോണ്ട CBR 250R എന്നിവരുമായി നോക്കുമ്പോൾ ജിക്സറിന്റെ ഭാരം വളരെ കുറവാണ്. പവർ ടു വെയ്റ്റ് റേഷ്യോ കൂടുതൽ ആണ്. അതുകൊണ്ട് തന്നെ 0-100 ആക്സിലറേഷനിൽ ഡോമിനാറിനെയും CBR-നെയും സുഖമായി തോൽപ്പിക്കാൻ ജിക്സറിന് സാധിക്കും. ത്രോട്ടിൽ കൊടുത്താൽ റോക്കറ്റ് പോലെ പായും. പെർഫോമൻസ് മാത്രം പോരല്ലോ, ഒരു മാസ് സൗണ്ട് കൂടി വേണ്ടേ? ഇതിന്റെ ഇരട്ട എക്സോസ്റ്റ് പൈപ്പിൽ നിന്നുള്ള ശബ്ദം കേട്ടുനോക്കൂ. കേട്ടില്ലേ? നല്ലൊരു അഗ്രസീവ് ബേസി സൗണ്ടാണിത്. ഹൈ RPMൽ പോകുമ്പോൾ ഇതൊരു പക്കാ സ്പോർട്സ് ബൈക്ക് ഫീൽ തരും. സിറ്റി റൈഡിംഗിന് മാത്രമല്ല ഫ്രീക്വന്റ് ആയി ലോങ് ഡിസ്റ്റൻസ് ടൂറിംഗ് നടത്തുന്നവർക്കും ഇത് ബെസ്റ്റാണ്. ഇതിന്റെ അപ്ടൈറ്റ് ഹാൻഡിൽ ബാർ പൊസിഷൻ ദീർഘദൂര യാത്രകളിൽ ഒട്ടും ബാക്ക് പെയിൻ തരില്ല. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് മൈലേജ്. ഇതിന്റെ എതിരാളികളായ ഡ്യൂക്കോ ഡോമിനാറോ തരാത്ത അത്രയും മികച്ച ഫ്യൂവൽ എഫിഷ്യൻസി, ഏകദേശം 30-40 km/ലിറ്റർ ജിക്സർ തരും. പോക്കറ്റ് വലിയ രീതിയിൽ കാലിയാവില്ല എന്നർത്ഥം. വണ്ടിയുടെ പ്ലസ് പോയിന്റുകൾ ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ ഏത് വണ്ടിക്കും ചില നെഗറ്റീവുകൾ കാണുമല്ലോ. ജിക്സർ 250 വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ചില പോരായ്മകൾ ഇവയാണ്. ഹെഡ്ലൈറ്റ് ത്രോ. ഇതിന്റെ LED ഹെഡ്ലൈറ്റ് ലുക്കിൽ സൂപ്പറാണ്. പക്ഷേ രാത്രികാലങ്ങളിൽ ഹൈവേയിലൂടെ ദീർഘദൂര യാത്ര ചെയ്യുമ്പോൾ വെളിച്ചം അല്പം കുറവായി അനുഭവപ്പെടാം. പില്ലിയൻ കംഫർട്ട്. റൈഡർ സീറ്റ് സുഖകരമാണെങ്കിലും പിൻസീറ്റ് അല്പം ചെറുതും കട്ടിയുള്ളതുമാണ്. അതുകൊണ്ട് ഫാമിലി ലേഡീസിനെയോ സുഹൃത്തുക്കളെയോ ഇരുത്തി ലോങ് റൈഡ് പോകുന്നത് അത്ര സുഖകരമായിരിക്കില്ല. വിൻഡ് ബ്ലാസ്റ്റ്. ഇതൊരു നേക്കഡ് സ്പോർട്സ് ബൈക്ക് ആയതുകൊണ്ട് 100 കിലോമീറ്ററിന് മുകളിൽ സ്പീഡിൽ പോകുമ്പോൾ ശക്തമായ കാറ്റ് മുഖത്തെറിക്കും. റീസെയിൽ വാല്യൂ. നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നതുപോലെ സെക്കൻഡ് ഹാൻഡ് വാങ്ങുന്നവർക്ക് ഇത് ലാഭമാണെങ്കിലും പുതിയ വണ്ടി വാങ്ങി പെട്ടെന്ന് വിൽക്കാൻ നോക്കുന്നവർക്ക് നല്ലൊരു തുക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ചെറിയ പോരായ്മകൾ ഒക്കെ ഉണ്ടെങ്കിലും യൂസ്ഡ് മാർക്കറ്റിലെ ഏറ്റവും വലിയ ജാക്ക്പോട്ട് ആണ് ജിക്സർ 250. പുതിയ വണ്ടിക്ക് ഓൺ റോഡ് ഏകദേശം 2.2 ലാഖ് മുകളിൽ വില വരുമ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഇതിന് വലിയ ഡിമാൻഡ് ഇല്ല. അതുകൊണ്ട് തന്നെ റീസെയിൽ വാല്യൂ കുറവാണ്. കേരളത്തിലെ OLX പോലുള്ള യൂസ്ഡ് ബൈക്ക് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ നല്ല കണ്ടീഷനുള്ള 2020-2022 മോഡൽ ജിക്സർ 250 ബൈക്കുകൾ വെറും 85,000 രൂപ മുതൽ 1.30 ലക്ഷം രൂപ വരെയുള്ള ബഡ്ജറ്റിൽ സുഖമായി കിട്ടും. അതായത് ഒരു പുതിയ 125cc വണ്ടി വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു 250cc സ്പോർട്സ് ബൈക്ക് കിട്ടുന്നു. ഇതിലും വലിയൊരു വാല്യൂ ഫോർ മണി ഡീൽ വേറെയുണ്ടോ? ചുരുക്കത്തിൽ പറഞ്ഞാൽ ലുക്ക്, പവർ, ആക്സിലറേഷൻ, മൈലേജ്, ടൂറിംഗ് ക്യാപ്പബിലിറ്റി അങ്ങനെ എല്ലാ സ്പെക്സിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു ഓൾറൗണ്ടർ വണ്ടിയാണ് സുസുക്കി ജിക്സർ 250. ഡ്യൂക്കിന്റെ അത്രയും പൈസയും കളയണ്ട, എന്നാൽ പെർഫോമൻസിൽ ഒട്ടും കോംപ്രമൈസും ചെയ്യണ്ട. നിങ്ങൾക്ക് ഈ വണ്ടി ഇഷ്ടമാണോ? താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.